യുഎയിലോ ഇന്ത്യയിലുള്ള റെസിഡൻസ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾ കാണണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അതുപോലെ ഈ വീഡിയോ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതായിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഫ്യൂച്ചറിൽ ഉപകാരപ്പെടും. കാരണം എനിക്കുണ്ടായ ഒരു അനുഭവം എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവരോടും ഷെയർ ചെയ്യാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. കാരണം ഇതൊരു ഇൻഫർമേറ്റീവ് വീഡിയോ ആണ്. കാരണം നാളെ ഇതുപോലെയുള്ളൊരു ദുരനുഭവം നമുക്കോ നമ്മുടെ ബന്ധപ്പെട്ടവർക്കോ ഉണ്ടാവരുത്. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഈ രാത്രി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. എന്താണ് എനിക്കുണ്ടായിട്ടുള്ള ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ യുഎയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു NRI ആണ്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നാട്ടിൽ തന്നെ എനിക്ക് ഒരുപാട് ബാങ്ക് അക്കൗണ്ട് കണ്ടില്ല നിങ്ങൾ എൻ്റെ പല ചെക്ക് ബുക്കുകളും പല ATM കാർഡുകളാണിത്. ഇനിയുണ്ട്. കാരണം ഞാൻ അതിനകത്ത് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് എൻ്റെ പേഴ്സിലുള്ള സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇനിയുണ്ട് എൻ്റെ ബാഗിനകത്ത് ഒരുപാട്. സോ ഞാൻ പറയുന്നത് എന്താ വെച്ച് കാരണം നമ്മൾ നാട്ടിൽ ബാങ്ക് അക്കൗണ്ട് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കുള്ള സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ബാങ്കിലും ഓരോ അക്കൗണ്ട് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടും അത് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. നമുക്ക് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാങ്കുകളിൽ മാത്രം നമ്മൾ ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് തിങ് ഞാൻ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളൊരു പാഠം അതാണ്. നമ്മൾ ഒരുപാട് ബാങ്കുകളിൽ നിന്ന് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാതെ നമുക്ക് ഫേവറേറ്റ് ആയിട്ട് നമുക്ക് ഏതാണ് കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്ന ബാങ്കിൽ മാത്രം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഒരുപാട് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൂട്ടരുത്. സെക്കൻഡ് തിങ്, നിങ്ങൾ എപ്പോഴും പ്രൈവസി നിങ്ങളെ ബാങ്ക് അക്കൗണ്ടിന് കീപ്പ് ചെയ്യണം. പാസ്ബുക്കിനോ അല്ലെങ്കിൽ ചെക്ക് ബുക്കിനോ അല്ല, ഇത് ബാധകമല്ല. ഈ ATM കാർഡ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് പോലെയുള്ള കാർഡുകൾക്ക് നിങ്ങൾ എപ്പോഴും ഹൈ പ്രൈവസിയാണ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. കാരണം ATM കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മൊബൈൽ വാലറ്റ്, ആപ്പിൾ വാലറ്റ് ഇങ്ങനെയുള്ള വാലറ്റ് ഉപയോഗിക്കുന്നവർ മാക്സിമം ഇത് ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് സെറ്റിങ്സിനകത്തുണ്ട് നമ്മൾ ഡെയിലി ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. കാരണം അത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എനിക്കുണ്ടായ അനുഭവം പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് അനുഭവം പറഞ്ഞാൽ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. അപ്പോൾ ഫസ്റ്റ് തിങ് നിങ്ങൾ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഇഷ്ടപ്പെട്ടുന്ന ഒന്നോ രണ്ടോ ബാങ്ക് മാക്സിമം ചൂസ് ചെയ്യാൻ നോക്കുക. സെക്കൻഡ് തിങ്, നമ്മുടെ മൊബൈലിൽ നമ്മൾ ഏത് ബാങ്ക് ആണെങ്കിലും ഈ കൊമേഴ്സുള്ള ബാങ്കാണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതിനകത്ത് ഒരു മൊബൈൽ ആപ്പ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ മൊബൈൽ ആപ്പ് IMBSനകത്ത് അല്ലെങ്കിൽ നെറ്റ് ബാങ്ക്, ഈ നെറ്റ് ബാങ്കിങ്ങിനകത്ത് അല്ലെങ്കിൽ IMBSനകത്ത് നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. മൊബൈൽ ആപ്പിനകത്തുള്ള ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ആ പിൻ നമ്പർ അത് നിങ്ങൾ സെറ്റ് ചെയ്യാം. അതിപ്പോൾ ഏത് നമ്പർ അടിച്ചു കഴിഞ്ഞാലും അത് കുഴപ്പമില്ല, പിൻ നമ്പർ ആയാൽ മതിയാവും. ബട്ട് സെക്കൻഡ് തിങ്, നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ എടുത്തിട്ട് അതിനകത്ത് പല ആൾക്കാരും നോക്കുന്നത് ബാലൻസ് ചെക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇങ്ങോട്ട് ട്രാൻസാക്ഷൻസ്, അതുപോലെ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നമുക്ക് ക്രെഡിറ്റ് ഡെബിറ്റാണ് കൂടുതൽ പേരും എമൗണ്ട് റിസീവ് ആയതും അതുപോലെ തന്നെ സെൻഡ് ചെയ്തൊക്കെ ആയിരിക്കും കൂടുതൽ പേരും ചെക്ക് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ മന്ത്ലി ഞാൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമർ കെയർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കസ്റ്റമർ സപ്പോർട്ടിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സ് നമ്മൾ ഈ ഇൻവോയ്സിൻ്റെ കാര്യത്തിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് ഒരുപാട് കസ്റ്റമേഴ്സ് അവർക്ക് അവരുടെ ട്രാൻസാക്ഷൻ അറിയില്ല. കാരണം ചില സമയത്ത് നമ്മൾ ഈ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തിന് ഒന്നും രണ്ടും അറിയാതെ ബൈ മിസ്റ്റേക്കിൽ ചിലപ്പോൾ 2 വട്ടമൊക്കെ ട്രാൻസാക്ഷൻ നടന്നു പോകും, പേയ്മെൻറ്റ് നമുക്ക് ഡെബിറ്റ് ആവും. അപ്പോൾ കസ്റ്റമർ അറിയുന്നത് മന്ത് എൻഡിലായിരിക്കും, അഥവാ ക്രെഡിറ്റ് കാർഡിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴായിരിക്കും അവർ അറിയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓട്ടോ റിന്യൂവലൊക്കെ ആവുന്ന സമയത്തായിരിക്കും കസ്റ്റമേഴ്സ് അറിയുന്നത്, പലപ്പോഴും നമ്മളടുത്ത് പറയുന്നത്. പിന്നീട് അത് കുറച്ച് ഫൈറ്റും ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനകത്ത് നമ്മൾ ഡെയിലി ലിമിറ്റ് ഞാൻ പറയുന്നില്ല, ഇതിനകത്ത് ലിമിറ്റേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നമ്മളെ ലിമിറ്റ് എത്ര വെച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ ATM കാർഡിൻ്റെ ലിമിറ്റ് നമ്മൾ എപ്പോഴും സെറ്റ് ചെയ്തിരിക്കണം. അതാകുമ്പോൾ ഒരു ഫ്രോഡിലെൻ്റെ ഒരു സ്കാം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ആ എമൗണ്ടിൽ കൂടുതലുള്ളൊരു എമൗണ്ട് ഒരിക്കലും ലിമിറ്റ് ചെയ്ത് പോകില്ല. മനസ്സിലായോ? ആ ഒരു ലിമിറ്റിൽ മാത്രമേ അവർക്ക് എപ്പോഴും എമൗണ്ട് ഈ ഫ്രോഡ് ട്രാൻസാക്ഷൻ ചെയ്യുന്ന ഈ സ്കാം ചെയ്യുന്ന പരിപാടി ചെയ്യുന്ന ആൾക്കാർക്ക് അഥവാ ഫ്രോഡിലൻ്റ് ടീമിന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനകത്ത് ഇത് ചെയ്യണം. നമ്മുടെ ATM ലിമിറ്റ് സെറ്റ് ചെയ്യണം. ചില ആൾക്കാർ ചിലപ്പോൾ സെറ്റ് ചെയ്താൽ 1 lakh ഒക്കെ ഇട്ട് പോകും. ചിലപ്പോൾ 1 lakh അല്ലെങ്കിൽ 2 lakh 5 lakh ഒക്കെ ലിമിറ്റ് സെറ്റ് ചെയ്ത് പോകും. ഇത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അറ്റ് എ ടൈം ചിലപ്പോൾ ബൾക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ നടത്തുന്ന ആൾക്കാരായിരിക്കും.
നിങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്യൂരിറ്റിയുടെ ഒരു വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും നിങ്ങളുടെ ബാങ്കിനകത്ത്. അതിൻ്റെ ബേസിലായിരിക്കും നിങ്ങളിത് ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് പോകുന്ന അന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രക്ക് സേഫാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ, നമ്മളെ ഇമെയിൽ ID, എല്ലാ പാസ്വേഡ് എത്ര മാത്രക്ക് സേഫാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് ഇഷ്ടപ്പെട്ട ബാങ്ക് 1-2 മാക്സിമം ചൂസ് ചെയ്യുക. സെക്കൻഡ് തിങ് നമ്മൾ മൊബൈലിനകത്ത് നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. തേർഡ് തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് നമ്മുടെ ലിമിറ്റ്. നമ്മൾ എത്രയാണ് ട്രാൻസാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ലിമിറ്റ് സെറ്റ് ചെയ്യുക. അഥവാ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്കുണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ സംടൈംസ് എനിക്ക് ട്രാവൽ ചെയ്യേണ്ടി വരും സൗദി അറേബ്യയിലോട്ട് ഫോർ സം പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പിൽഗ്രിം തീർത്ഥാടനത്തിൻ്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സൗദിയിലോട്ട് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പോൾ സംടൈംസ് എനിക്ക് സൗദിയിൽ ട്രാവൽ ചെയ്യേണ്ടി വരും ബിസിനസ് ആവശ്യത്തിന്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സൗദിയിൽ പോകും. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു, ഓക്കെ നമുക്കിവിടെ ദുബായിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് നമുക്ക് സാലറി, അവിടെ സാലറി ഒരിക്കലും ഒരുവിധം IT കമ്പനി അല്ലാന്നുണ്ടെങ്കിൽ MNCയിലൊന്നും നമുക്ക് സാലറി അവിടെ ദുബായിലോ അല്ലെങ്കിൽ UAE ഗൾഫ് കൺട്രീസിലൊന്നും പൊതുവേ അങ്ങനെ കയ്യിൽ നമുക്ക് സാലറി തരില്ല. അപ്പോൾ അക്കൗണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്. ഒന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള കാർഡായിരിക്കും അവർ തരുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് സാലറി പ്രീപേ ആണ്. ഇതിനകത്ത് സാലറി ക്രെഡിറ്റ് ആവും. ഇത് നമുക്ക് ATM സെൻറ്ററിൽ പോയിട്ട് നമുക്ക് മെഷീനകത്തിട്ടിട്ട് നമുക്ക് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് എത്ര അയച്ചെന്നുണ്ടെങ്കിൽ നമ്മുടെ എമൗണ്ട് നമുക്ക് എടുക്കാതെ നിന്ന് അതുപോലെ തന്നെ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് വൈഫൈ ആക്സസ് ഉള്ളതാണ്, കണ്ടില്ലേ, വൈഫൈ ആണ്. അപ്പോൾ നമുക്ക് സൂപ്പർ മാർക്കറ്റ് ഗ്രോസറിയിലൊക്കെ പോയിട്ട് നമുക്ക് വേണ്ടത് മേടിച്ചിട്ട് നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിനകത്ത് പിൻ നമ്പറോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓൺലി സാലറി മാത്രം ഇതിനകത്ത് വരും. സാലറി വന്ന ശേഷം നമുക്ക് ATM പോയി കഴിഞ്ഞാൽ നമുക്ക് വിഡ്രോ ചെയ്തിട്ട് എടുക്കാം, ബാലൻസ് ചെക്ക് ചെയ്യാം. ബാലൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ATM തന്നെ പോകണം. ATM പോയി കഴിഞ്ഞാൽ മാത്രമേ ബാലൻസ് അറിയാൻ പറ്റുള്ളൂ. മൊബൈൽ SMS അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമർ കെയറിൽ വിളിച്ച് കഴിഞ്ഞാൽ ഈ കാർഡിൻ്റെ ഈ 16 നമ്പർ എൻ്റർ ചെയ്തിട്ട് അതിൻ്റെ പിൻ നമ്പർ കൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമർ കെയറിൽ നിന്ന് അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് പറയും, കമ്പ്യൂട്ടറിനകത്ത് പറയും. ആ ഒരു മെത്തേഡ് മാത്രം നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് മൊബൈൽ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊന്നും സാലറി കാർഡ് പ്രൊവൈഡ് ചെയ്യില്ല. കാരണം ഇതിൻ്റെ ഏജൻസികൾ അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല, ഓൺലി കാർഡ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ബാലൻസ് ചെക്ക് ചെയ്യണമെങ്കിൽ ATM പോകണം, അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിക്കണം. കസ്റ്റമർ കെയറിൽ വിളിക്കണം എന്നുണ്ടെങ്കിൽ അത് ടോൾ ഫ്രീ നമ്പർ, ഫ്രീ അല്ല, നമ്മുടെ അക്കൗണ്ട് മൊബൈലിൽ ബാലൻസ് ഉണ്ടായിരിക്കണം, റീചാർജ് ചെയ്തിരിക്കും. പലപ്പോഴും നാട്ടിൽ നിന്ന് ദുബായിലോട്ട് പോയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ അവരുടെ കയ്യിലൊന്നും ചിലപ്പോൾ ഭക്ഷണത്തിനുള്ള എമൗണ്ട് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം അവർ ഫോണിൽ റീചാർജ് ചെയ്യും പൊതുവെ കുറവായിരിക്കും. കാരണം കൂടുതൽ അവിടെ ഹോം വൈഫൈ ആണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അവർ കൂടുതലും ഈ വൈഫൈ വാട്സപ്പ് പോലെയുള്ള, അല്ലാന്നുണ്ടെങ്കിൽ IMO, അല്ലാന്നുണ്ടെങ്കിൽ VPN ഒക്കെ വെച്ചിട്ടായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് ബോട്ടിമിലൊക്കെയാണ് എപ്പോഴും കോൾ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ റീചാർജ് ചെയ്യണമെന്നില്ല, കസ്റ്റമർ കെയർ വിളിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ ഞാൻ വീഡിയോ ലെങ്ത് ആക്കുന്നില്ല. അപ്പോൾ കസ്റ്റമർ കെയർ വിളിക്കണമെന്ന് പറഞ്ഞത്. സോ നമുക്ക് ബാലൻസ് ചെക്ക് ഈ 2 മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അറിയില്ല നമ്മുടെ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെങ്കിൽ, കാരണം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ UAEയിൽ വരുന്നവർക്ക് എല്ലാ ആൾക്കാർക്കും ഒന്നും ATM കാർഡ് അല്ലാന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് അലൗഡ് അല്ല. മിനിമം 5,000 എബോവ് സാലറി മേടിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഇത് കൊടുക്കുള്ളൂ, ബാങ്ക് അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ സീറോ ബാലൻസ് അക്കൗണ്ട് മേടിക്കാൻ പറ്റും. സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരു 2 വർഷം മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ സീറോ ബാലൻസ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. ADCB അങ്ങനെയുള്ള പല ബാങ്കുകളും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് നാട്ടിൽ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിന് യാതൊരുവിധ സർവീസ് ചാർജോ ഒന്നുമില്ല. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ ക്യാഷ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീലിങ്സ് ചെയ്യാം, ട്രാൻസാക്ഷൻ എല്ലാം. പക്ഷേ ഇപ്പോൾ ADCB ആണെങ്കിലും ചില ബാങ്കുകളെല്ലാം ചെറിയൊരു അവരുടെ പോളിസിയിൽ ചെറിയൊരു ഇത് വെച്ചിട്ടുണ്ട്. കാരണം മന്ത്ലി സർവീസ് ചാർജ് ആയിട്ട് ഇത്ര 20 dirhams എത്ര ഈടാക്കും. ആൻഡ് 20+ ഇപ്പോൾ എത്ര കൂട്ടിയിട്ടുള്ള എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടായിരിക്കും എല്ലാ മാസം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന്. നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് തുടങ്ങുന്നത് തന്നെ നമുക്ക് ആകെ ചെറിയ എമൗണ്ട് തുക ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ അതേ പറഞ്ഞു. അപ്പോൾ അവർക്ക് 25, 20, 30, 50 dirhams ഒക്കെ സർവീസ് ചാർജ് കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഫുൾ കാൽക്കുലേഷൻ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും ദുബായിൽ ഒട്ടുമിക്ക പ്രവാസികളും. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ദുബായിൽ നിന്നല്ല, GCC എൻ്റെ GCCയിൽ ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെയായിരിക്കും കാൽക്കുലേഷൻ ജീവിക്കുന്നവരായിരിക്കും. കിട്ടുന്ന ശമ്പളം ചിലപ്പോൾ 1,500 ആയിരിക്കും, 2,000, 2,500 ഒക്കെ ആയിരിക്കും. അപ്പോൾ 50 ദിവസം അവർക്ക് വലിയൊരു എക്സ്പെൻസ് ആയിട്ട് പോകും. സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ സർവീസ് ചാർജ് വന്നുകൊണ്ട് അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ടിൽ മിനിമം ഇത്ര എമൗണ്ട് നമ്മളെ സാലറി അക്കൗണ്ട് ഇന്ന അക്കൗണ്ടിലോട്ട് മാറ്റണം. ചിലപ്പോൾ ചില ആൾക്കാർ സാലറി മേടിക്കുന്ന ഇതുപോലെയുള്ള എമിറേറ്റ്സ് NBDയിലോ മറ്റുള്ള ഏതെങ്കിലും ബാങ്കിലായിരിക്കും. പക്ഷേ അവരെടുത്തിരിക്കുന്ന സെക്കൻഡറി അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADCB, അതിലെന്നുണ്ടെങ്കിൽ UAEയിലുള്ള മറ്റുള്ള ബാങ്കുകളായിരിക്കും. അപ്പോൾ ആ ബാങ്കിലൊക്കെ സർവീസ് ചാർജ് ഈടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്.
അപ്പോൾ ഞാൻ പറഞ്ഞത് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതിനകത്തൊരു ഇഷ്യൂ വന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇതുപോലെ ADCBയുടെ ഒരു അക്കൗണ്ട് ഞാൻ UAE-യിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് എടുത്തത്. കാരണം ഞാൻ ഈ കാർഡാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്, എമിറേറ്റ്സ് NBD എന്ന് പറയുന്ന കാർഡ്. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ ഈ കാർഡ് ഞാൻ ഉപയോഗിച്ചു. കാരണം എനിക്ക് വേറെ അക്കൗണ്ട് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ട് ഞാൻ സജസ്റ്റ് ചെയ്തപ്പോൾ ഓക്കെ കുഴപ്പമില്ല, ഒരു അക്കൗണ്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അറിയാൻ വേണ്ടിയിട്ട് കുറച്ച് ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ വരും, കുറച്ച് പോയിന്റ് കാര്യങ്ങളൊക്കെ റെഡീം ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഈ അക്കൗണ്ട് ഓപ്പൺ ചെയ്തു ADCB. സോ ഞാൻ ഇതുപോലെ ഒരു മാസം കുറച്ച് ടൈറ്റായി വന്നു. കാരണം ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ സാലറി മാറ്റി വെച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഇത്ര എമൗണ്ട് വേണം, നിൻ്റെ അടുത്ത് ഉണ്ടാവുമോ, എനിക്ക് കുറച്ച് ട്രാൻസ്ഫർ ചെയ്യാം, 1-ാം തീയതി ശമ്പളം വന്നിട്ട് തരാമെന്ന് പറഞ്ഞു. ഓൺ ദ സ്പോട്ടിൽ തന്നെ ആൾ ട്രാൻസ്ഫർ ചെയ്തു തന്നു. എൻ്റെ ഫ്രണ്ട് എനിക്ക് എമൗണ്ട് ട്രാൻസ്ഫർ കാര്യങ്ങൾ ചെയ്തു തന്നു. സോ ട്രാൻസ്ഫർ ചെയ്തത് മോർണിംഗിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്രെഡിറ്റ് മെസ്സേജ് വന്നു, സാധാ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് വന്നു, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് എന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഞാൻ മെസ്സേജ് കണ്ടു, ഓക്കെ ഞാൻ ഹാപ്പിയായി. ഈവനിങ്ങിൽ ഓഫീസ് വർക്ക് കഴിഞ്ഞിട്ട് പോയിട്ട് ATM വിഡ്രോ ചെയ്യാമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തിൽ ഞാൻ ഓഫീസിൽ വർക്ക് ചെയ്തു. ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ ഉടനെ ഞാൻ ATM-ലോട്ടാണ് പോകുന്നത്, ATM കൗണ്ടറിലോട്ട്. കാരണം എനിക്ക് ചെക്ക് ചെയ്യാൻ വേറെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അത് വന്നത് ചെക്ക് ചെയ്യാൻ എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഞാൻ സാലറി കാർഡിൻ്റെ കാര്യം പറഞ്ഞു. ഇതിനകത്ത് എനിക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു, കാരണം എൻ്റെ അക്കൗണ്ടിൽ ഞാനത് കണ്ടു, ഞാനത് പോയിട്ട് ചെക്ക് ചെയ്തു. സോ ചെക്ക് ചെയ്തിട്ട് രാവിലെ വന്ന മെസ്സേജാണ് ഞാൻ കണ്ടത്, ഇത്ര എമൗണ്ട് ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞിട്ട്. ഞാൻ രാവിലെ കണ്ടു, ഞാൻ ഈവനിങ്, കാരണം രാവിലെ 9 മണിക്ക് 9:30 ഓഫീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ നമുക്ക് വൈകുന്നേരം നമുക്ക് ഈവനിങ്ങിലാണ് പോയിട്ട് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഞാൻ ഈവനിങ് ചെക്ക് ചെയ്യാൻ വിചാരിച്ചു. കറക്റ്റ് കൃത്യം 4 മണി 4 PM UAE ടൈം 4 PM എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ആ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ടും എൻ്റെ അക്കൗണ്ടിൽ തന്നെ കംപ്ലീറ്റ് എമൗണ്ടും ഹാക്കേഴ്സ് വന്നിട്ട് അടിച്ചുകൊണ്ട് പോയി. കാരണം എനിക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ബാങ്കായിരുന്നത്. ബാങ്കിനെ കുറ്റം പറയുന്നതല്ല, പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുന്നത് പറഞ്ഞത്, നിങ്ങളുടെ ഏത് ബാങ്കാണെങ്കിലും ATM കാർഡ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കിനൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആ ബാങ്കിനകത്ത് നിങ്ങൾ ഡെയിലി ലിമിറ്റ് നിങ്ങൾ സെറ്റ് ചെയ്യണം, ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യണം. കൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രാൻസാക്ഷൻസ് അതിനകത്ത് ഒരു സെറ്റിങ്സിനകത്ത് ഒരു ഓപ്ഷൻസ് ഉണ്ട്, അതർ കൺട്രീസ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് ഗ്ലോബലി ഈ കാർഡ് ഉപയോഗിക്കണോ അതോ വിത്തിൻ ദ കൺട്രി ആണോ ഔട്ട്സൈഡ് കൺട്രി നിങ്ങൾക്ക് ATM കാർഡ് ഉപയോഗിക്കണോ എന്നുള്ളത്. നിങ്ങൾ ഔട്ട്സൈഡ് കൺട്രി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് വേറൊരു രാജ്യത്തോട്ടാണ് ആ എമൗണ്ട് ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ആ കൺട്രീസിലുള്ള പോലീസിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. മേ ബി ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷേ അതിൻ്റെ പോസിബിലിറ്റീസ് വളരെ ലോ ആണ്, കുറച്ചാണ്, പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം വിത്തിൻ ദ കൺട്രിയാണ് ആ ട്രാൻസാക്ഷൻ ഹാക്ക് ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ലോക്കൽ പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ, അവർ സൈബർ സെല്ലിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിട്ടും അവർ ഫൈൻഡ് ചെയ്തിട്ട് അവരെ പൊക്കും എന്നുള്ള കാര്യം 100% ഷുവറാണ്. പക്ഷേ ഔട്ട്സൈഡ് കൺട്രിയിലുള്ള ആളാണ് ഈ ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റി ചെയ്ത് ഹാക്ക് ചെയ്തിട്ട് എമൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ക്ലെയിം ചെയ്തിട്ടും കാര്യമില്ല, കിട്ടൂല. കാരണം ഒന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലും എൻ്റെ അനുഭവത്തിലുമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുക. കാരണം ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇത്രയും വലിയ ഹ്യൂജ് എമൗണ്ട് വന്ന സമയത്ത് ഇത് ഹാക്ക് ചെയ്ത് പോയി. കാരണം ഇത് അപ്പം ഞാൻ ഡയറക്റ്റ് ബാങ്കിൽ ചെന്നു, അവിടെ സെക്യൂരിറ്റിയെ കണ്ടു, അവിടുത്തെ സ്റ്റാഫിനെ കണ്ടു, മാനേജറെ എല്ലാവരെയും കണ്ടു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, യു ക്യാൻ ഗോ ഫോർ പോലീസ് കംപ്ലയിൻറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം. അതിന് കുറേ പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്, കുറേ ടൈം എടുക്കും. അതിനകത്ത് വലിയ ഹോപ്പ് കൊടുക്കണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം. എനിക്ക് വലിയ ഹോപ്പ് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഈ കൊമേഴ്സ് രംഗത്ത് വർക്ക് ചെയ്യുന്നത് കൊണ്ടും അതുപോലെ തന്നെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് അക്കൗണ്ട്സിലൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്കതിന് അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. അത് ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള സംഭവമാണ്. നമ്മൾ എക്സ്പെക്ട് ചെയ്ത സമയത്ത് കിട്ടില്ല, പോയ എമൗണ്ട് പോയത് തന്നെ, പിന്നെ അതിനെക്കുറിച്ച് നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ വിത്തിൻ ദ കൺട്രിയാണ് നിങ്ങൾ അതിനകത്ത് സെറ്റിങ്സിനകത്ത് നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ പോയിട്ട് സെറ്റിങ്സ് പോയിട്ട് ട്രാൻസാക്ഷൻ ചെയ്യേണ്ട രാജ്യം ഏതാ വെച്ചെങ്കിൽ വിത്തിൻ ദി കൺട്രി കൊടുക്കുക. UAE-യിലുള്ള ആൾക്കാരാണെങ്കിൽ UAE കൊടുക്കുക, ഇന്ത്യയിലുള്ളവർ ഇന്ത്യ കൊടുക്കുക. നിങ്ങൾ ഏത് രാജ്യത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ട്രാൻസാക്ഷൻസിൻ്റെ സെറ്റിങ്സിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് നമ്മുടെ ട്രാൻസാക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അത് വിത്തിൻ ദ കൺട്രി, നിങ്ങൾ ഏത് കൺട്രിയിലാണെന്നുണ്ടെങ്കിൽ ആ കൺട്രിയിലുള്ള ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ ആ കൺട്രി മാത്രം കൊടുക്കുക. കാരണം ഇങ്ങനെ ഒരു ഫ്രോഡ് ഹാക്ക് ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കൺട്രിയിലുള്ള പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് അത് ഫൈൻഡ് ചെയ്തിട്ട് തരും. നമുക്ക് കേസ് മീൻസ് നമുക്ക് പോലീസിൽ ഫയർ ചെയ്യാൻ പറ്റും, കേസ് ഫയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫൈൻഡ് ചെയ്യാൻ പറ്റും. വേറെ കൺട്രി ആണെന്നുണ്ടെങ്കിൽ അത് പോസിബിലിറ്റീസ് വളരെ കുറവാണ്. കാരണം എൻ്റെത് അങ്ങനെ ഹാക്ക് ചെയ്തെടുത്തത് UK-യിലുള്ള ഒരു
ഒരു എന്താ പറയുക യു കെയിലുള്ള ഒരു ഫെലോ, ആ ഫെലോ ആണ് എൻ്റെ എമൗണ്ട് ഹാക്ക് ചെയ്ത് എടുത്തത്. കാരണം അവരുടെ പണി ഇതായിരിക്കും, അവർക്ക് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവും. ഹാക്കേഴ്സിന് അതിനുള്ള ബ്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കർണാടകത്തിൽ ഉള്ള ഒരു ഫ്രണ്ട്, നമ്മളൊരു ഫ്ലാറ്റ് മേറ്റ് ഉണ്ടായിരുന്നു. അവൻ ഇവിടെ കർണാടകത്തിലാണ്, യു എയിൽ അവിടെ ഒരു പ്രമുഖ നെറ്റ്വർക്കിൽ അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവന് ഇതിൻ്റെ ഈ നെറ്റ്വർക്കേഴ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്ലയൻസിന് മീറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഒരു വലിയൊരു ടവർ അവൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് വീഡിയോയിൽ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് ഉണ്ട്. കാരണം ഇത് കുറച്ച് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു. കാരണം ഈ ഇൻസിഡൻറ്റ് എനിക്ക് വരുന്നതിന് മുമ്പ് ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ഓൺ ദ കോളിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാതെയും കുറേ ആൾക്കാർ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ ഇഷ്യൂ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമ്മൾ ഓക്കെ, കാരണം നമ്മളൊരു പേയ്മെൻറ്റിന് വേണ്ടി വിളിക്കുന്ന സമയത്ത് നമുക്ക് അവർ പറയുമ്പോൾ നമുക്ക് അത് അവരുടെ ഒരു ചിലപ്പോൾ സിമ്പതി ഉണ്ടാവണമെന്നില്ല, അവർക്ക് അവരെന്ന് എങ്ങനെയാണോ അതുപോലെ നമുക്ക് ഫീൽ ആവണമെന്നില്ല. കാരണം നമുക്കൊരു അനുഭവം വരുമ്പോഴും നമ്മൾ ആ അനുഭവത്തിൽ നമ്മൾ ആ പാഠം ഉൾക്കൊള്ളുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് വെറും ഒരു കഥ മാത്രമാണ്, ഇതിലെ കേട്ട് ഇതിലെ വിടും. കാരണം നമ്മൾ ഓക്കെ ഇതൊക്കെ നോർമലല്ലേ. സോ ഞാൻ പറഞ്ഞത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ മൊബൈൽ ഒരുപാട് ബാങ്ക് അക്കൗണ്ട് വലിച്ചു വാരി കൂട്ടാതിരിക്കുക, ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവസിയുടെ സെറ്റിങ്സിലുണ്ടാവും ട്രാൻസാക്ഷൻ ഏതൊക്കെ കൺട്രിയിൽ നടത്തണം, ഗ്ലോബലി നടത്താതിരിക്കുന്നതായിരിക്കും നല്ലത്. നടത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ടൈമിൽ നിങ്ങൾ ജസ്റ്റ് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ ട്രാവലിംഗ് കഴിഞ്ഞ് വന്നേക്ക് ഉടനെ തന്നെ നിങ്ങൾ ട്രാൻസാക്ഷൻ സെറ്റിങ്സ് മാറ്റി വെക്കണം. നിങ്ങൾക്ക് ആ ട്രാവലിങ്ങിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് മാത്രം അതിനകത്ത് നിങ്ങൾ കീപ്പ് ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾ ലിക്വിഡ് മണി ആയിട്ട് തന്നെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. അക്കൗണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടുന്ന കാര്യം 100% ഷുവറാണ്. സോ അതിനുശേഷം എനിക്ക് ഒരു ബാങ്കിനകത്ത് ഉണ്ടായതുകൊണ്ട് എനിക്ക് എല്ലാ ബാങ്കിനോടും ഉള്ള വിശ്വാസം എനിക്ക് പോയി. കാരണം ബാങ്കിനോടുള്ള വിശ്വാസമില്ല, എനിക്ക് ഇതിനകത്ത് ഈ ഒരു ഫോണിനകത്ത് കൂടെ എത്ര വലിയ പാസ്വേഡ് സെറ്റ് ചെയ്താലും ഇതൊക്കെ ഇവർക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ ആൻഡ്രോയിഡ് ഫോണാണ് യൂസ് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലോട്ട് ഞാൻ അത് ഞാൻ മൈഗ്രേറ്റ് ചെയ്തു. കാരണം ഐഫോൺ കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ ഐക്ലോഡിലോട്ട് ആകുമ്പോൾ അത് ഇനി ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഐഫോണിലോട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. സോ എനിക്ക് അല്ലാതെ ആൻഡ്രോയിഡിൻ്റെ ലോക്കൽ ഫോണൊന്നുമില്ല, ആൻഡ്രോയിഡ് ഫോണാണ് ഏറ്റവും ടോപ്പ് ഫോൺ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ ഐഫോണിലോട്ട് മാറിയത്, ഐഫോൺ കുറച്ചും കൂടെ ഐക്ലോഡ് കുറച്ച് സെക്യൂരിറ്റി കാര്യങ്ങളുള്ളതുകൊണ്ട് അതിൻ്റെ ഇമെയിലും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വരാനുണ്ട്. എനിക്ക് പോയ എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് എമൗണ്ടാണ് പോയത്. അത് യു കെയിലുള്ള ഒരു ഫ്രോഡാണ് എടുത്തത്. സോ ഇത് കുറച്ച് മുമ്പാണ് നടന്നതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ എവിഡൻസോ പ്രൂഫോ വേണമെന്നുണ്ടെങ്കിൽ ഇന്നും എൻ്റെ ഇമെയിലുണ്ട്. കാരണം എനിക്ക് OTP വരുന്ന സമയത്ത് അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ലായിരിക്കും. കാരണം ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് OTP വന്നത്. എൻ്റെ ഇമെയിലിൽ OTP വന്നിട്ടുണ്ട്. ആ OTP വന്ന മെയിൽ നോട്ടിഫിക്കേഷൻ എനിക്ക് വന്നിട്ടില്ല. എൻ്റെ ഇമെയിൽ സ്റ്റോറേജ് ആവശ്യത്തിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ നോർമലി എനിക്ക് ഇതിലായിട്ടല്ല വന്നിരിക്കുന്നത്, SMS നമുക്ക് നോർമൽ ടെക്സ്റ്റ് മെസ്സേജ് അല്ല വന്നിരിക്കുന്നത്. ആ ട്രാൻസാക്ഷൻ്റെ OTP വന്നിരിക്കുന്നത് ഇമെയിലിനകത്താണ് വന്നിരിക്കുന്നത്. കറക്റ്റ് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ടൈം വെച്ചിട്ട് എനിക്ക് മനസ്സിലായി അതൊരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവർ, അഥവാ നമ്മുടെ നാട്ടിലുള്ള ഗൂഗിൾ പേ പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ഫോൺ പേ പോലെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ബാങ്കിങ് ആപ്ലിക്കേഷൻ അല്ല, തേർഡ് പാർട്ടി ആപ്ലിക്കേഷനാണ്. ഇതുപോലെ യു കെയിലുള്ള ഒരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവർ ഈ ഫ്രോഡ് ആക്ടിവിറ്റി നടത്തിയത്. അപ്പോൾ നമുക്ക് അവരുടെ ഒരു കസ്റ്റമർ കെയർ ഉണ്ടാവും. അപ്പോൾ ഞാൻ അവർക്ക് എൻ്റെ ഇമെയിലുണ്ട്, അവരുടെ പേര് എനിക്ക് ഓർത്തിട്ട് കിട്ടുന്നത്, എൻ്റെ ഇമെയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഞാൻ അവരുടെ ആ ഒരു ഇമെയിൽ ID ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഞാൻ അവർക്ക് കംപ്ലയിൻറ്റ് മെയിലെല്ലാം സെൻഡ് ചെയ്തു, ഡ്രാഫ്റ്റ് ചെയ്തു, കണ്ടിന്യൂസ് ഫോളോ അപ്പ് കുറച്ചൊക്കെ നടത്തി. ഇപ്പോൾ അവരും തന്നെ നിങ്ങളുടെ ലോക്കൽ പോലീസിന് വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് വേണ്ട എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ചെയ്യാൻ, ഞങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ കൈമലർത്തി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എവിടെയൊക്കെ ഹെൽപ്പ് നമുക്ക് സീക്ക് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ നമ്മൾ പോകും. കാരണം അവരൊക്കെ നമ്മളെ കാര്യത്തിൽ അവർക്ക് സിമ്പതി ഉണ്ടാവും, പക്ഷേ അവർക്ക് ലിമിറ്റ് ഉണ്ടാവും. സോ അവരുടെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് പറഞ്ഞത് വിത്തിൻ ദ കൺട്രി ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ആ കൺട്രീസിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സൈബർ സെല്ലൊക്കെ വെച്ചിട്ട് നമുക്ക് അത് ചേസ് ചെയ്യാനും ട്രേസ് ചെയ്യാനൊക്കെ പറ്റും. സോ അതുകൊണ്ട് നിങ്ങളൊക്കെ നിൽക്കുന്ന ട്രാൻസാക്ഷൻ ലിമിറ്റ്, പിൻ നമ്പർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈ സെക്യൂർഡ് ആയിരിക്കണം. അതുപോലെ തന്നെ ഒരുപാട് ഹ്യൂജ് എമൗണ്ട് അക്കൗണ്ടിൽ കീപ്പ് ചെയ്യാതെ മാക്സിമം ഞാനിപ്പോൾ പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരുപാട് കൊമേഴ്സിലുള്ള ബാങ്ക് അക്കൗണ്ട് നമുക്ക് കീപ്പ് ചെയ്യാം. സോ എന്നിരുന്നാലും നമുക്ക് കുറച്ചും കൂടെ നല്ലത് കോപ്പറേറ്റീവ് ഇങ്ങനെയുള്ള ബാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. കാരണം അതെന്ന് പറഞ്ഞാൽ കൊമേഴ്സിനകത്ത് ഭയങ്കരമായിട്ട് കൊമേഴ്സ് അല്ല, ഇങ്ങനെയുള്ള നമ്മളെ ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കേരളത്തിൽ പറയുകയാണെങ്കിൽ
HDFC, ഫെഡറൽ ബാങ്ക്, ICICI, IDBI ഇതുപോലെയുള്ള അത്രയും ഇ കൊമേഴ്സ് പോപ്പുലറായിട്ട് ബാങ്കിനേക്കാൾ കുറച്ചുകൂടെ സേഫ് എന്ന് തോന്നുന്നത് എനിക്ക് കോപ്പറേറ്റീവ് ബാങ്കുകളായിരിക്കും. കാരണം ഇതൊക്കെ ഈ ട്രാൻസാക്ഷൻസ് ആകുമ്പോൾ ഇവർക്ക് പെട്ടെന്നുണ്ട് ഹാക്ക് ചെയ്തിട്ടെടുക്കാം. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് അവിടെ പോയിട്ട് പാസ്ബുക്ക് കൊടുത്ത് മേടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് പ്രൊസീജിയേഴ്സ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹ്യൂജ് എമൗണ്ടൊക്കെ ആണെങ്കിൽ ഇത്തരം ബാങ്കുകളിലായിരിക്കും നമുക്ക് കീപ്പ് ചെയ്യുന്നത് കുറച്ചുകൂടെ സേഫ്. അല്ലാത്ത ഇ കൊമേഴ്സ് ട്രാൻസാക്ഷനൊക്കെ ആണെങ്കിൽ മാക്സിമം കുറച്ച് എമൗണ്ടൊക്കെ പോയാൽ ഓക്കെ, കുഴപ്പമില്ല, വിഷമമില്ല എന്നുള്ള രീതിയിലുള്ള എമൗണ്ട് വെക്കുക. നമ്മൾ പല ആൾക്കാരും പല ഫ്യൂച്ചർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ 3-4 കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഒരുപാട് ബാങ്ക് അക്കൗണ്ട് എടുത്ത് കൂട്ടരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ATMൻ്റെ പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി സെക്യൂർ ആക്കാൻ നോക്കുക. തേർഡ് തിങ്, നിങ്ങളുടെ ഡെയിലി ലിമിറ്റ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ലിമിറ്റ് സെറ്റ് ചെയ്യുക. ഫോർത്ത് തിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതർ കൺട്രി ട്രാൻസാക്ഷൻസ് നിങ്ങൾ ഓഫ് ചെയ്തിടുക. മാക്സിമം നിങ്ങൾ താമസിക്കുന്ന, നിങ്ങൾ റിസൈഡ് ചെയ്യുന്ന കൺട്രീസിലുള്ള ആ കൺട്രിയിലുള്ള വിത്തിൻ ദ കൺട്രി ട്രാൻസാക്ഷൻ ആക്കി വെക്കുക. ഈ 4 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ഫോണാണെങ്കിലും, ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വിധം നിങ്ങൾ സേഫ് സോണിലായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ പോലെ നിങ്ങൾക്കും ഈ പണി ഇന്നല്ലെങ്കിൽ നാളെ കിട്ടിയേക്കാം. കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. എനിക്കൊന്ന അനുഭവം മറ്റൊരാൾക്ക് വരരുത്. പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നൊന്നും ഞാനിത് വളരെ നെവർ മൈൻഡ് ആക്കിയിട്ട് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അത് വേറെ എന്തെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയുമ്പോൾ നീ മറ്റേ എന്തെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് ക്ലിക്ക് ചെയ്തിരുന്നു, നിനക്ക് വാട്സപ്പിൽ ഇന്ന മെസ്സേജ്. കാരണം നമുക്ക് പല ആൾക്കാർക്കും വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ് ചെയ്യാറുണ്ട്, ഒരു അൺനോൺ നമ്പറിൽ നിന്ന് ഇങ്ങനെ ഹായ് ഹൂ എന്നൊക്കെ പറയാണ്ട് ഹലോ ഹൗ ആർ യു, അല്ലാന്നുണ്ടെങ്കിൽ നിനക്ക് ഇത്ര ഇതുണ്ട് എന്നൊക്കെ പറയാണ്ട് പല കണ്ടൻ്റ് ആയിരിക്കും അവരത്. ചിലപ്പോൾ ഒരു പെണ്ണിൻ്റെ ഫോട്ടോ ആയിരിക്കും, നല്ല കാണാനൊക്കെ ഗ്ലാമറിൽ, അല്ലെങ്കിൽ കാരണം നമ്മൾ മലയാളി ലുക്ക് ഇല്ലാത്ത പെണ്ണായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണായിരിക്കും, അല്ലെങ്കിൽ ഡീപ്പ് ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മിസ് കോൾ ആയിരിക്കും വരുന്നത്. ആ മിസ് കോൾ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പോയി കാര്യം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ആയിരിക്കും വരുന്നത്, ആ മെസ്സേജ് നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും പോയി കാര്യം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് എങ്ങനെയാണ് ഇവർ ടെസ്റ്റ് അടിക്കും. കാരണം എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഫസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് അടിക്കുന്നത്. കാരണം എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഫസ്റ്റ് പോയത് 1 dirhams ആണ്. സോറി, ഇത് ഞാൻ പറയാൻ മറന്നുപോയി, UAE കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുള്ളായിട്ട് കാണുന്നത്. എല്ലാ കാര്യവും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് ഇവർ ഈ ഫ്രോഡുലന്റ് ആക്ടിവിറ്റി നടന്ന സമയത്ത് ഇവർ ടെസ്റ്റ് അടിച്ച സമയത്ത് 1 dirhams ആണ് എൻ്റെ അക്കൗണ്ടിൽ ഫസ്റ്റ് ഡെബിറ്റ് ആയത്. ഈ 1 dirhams പോയ സമയത്തിന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്, എൻ്റെ ക്യാബിനകത്ത് നിന്ന് ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നു, ഹലോ ബ്രോ, എൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ 1 dirhams ഡെബിറ്റ് ആയിട്ടുണ്ട്. അവിടെ ഒരു ഇതും കാണിക്കുന്നില്ല, ഒരു വാലും മുറിയൊന്നുമില്ല. നമുക്ക് ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ആയി കഴിഞ്ഞാൽ ഇന്ന ഷോപ്പിങ്ങിലാണ് പോയത്, ആ ഷോപ്പിൻ്റെ പേര് അല്ലെങ്കിൽ ഗ്രോസറിയുടെ പേര്, ഇന്ന ഐറ്റം വെച്ചപ്പോൾ ആ ഷോപ്പിൻ്റെ പേര് കാണും, ബാലൻസ് എമൗണ്ട് നമുക്ക് അതിനകത്ത് വരുന്നതാണ് ആ ഒരു മെസ്സേജിനകത്ത്. പക്ഷേ ഇതൊന്നും വന്നില്ല, ഒരു dirhams ഡെബിറ്റായി, വേറെ ഒരു മെസ്സേജും അതിനകത്തില്ല. സോ അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇത് എന്തോ ഒരു അബദ്ധമുണ്ട്, എന്തോ സംതിങ് ഉണ്ട്. അപ്പോൾ അന്ന് തന്നെ എൻ്റെ മൈൻഡ്സിലുണ്ടായിരുന്നു എന്തോ സംതിങ്, ഒരു അൺയൂഷ്വലായിട്ടുള്ള എന്തോ സംതിങ് നടത്തുന്ന പോലെ എനിക്ക് ഫീൽ ആയിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഇത് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കണമെന്നുണ്ടായിരുന്നു. അതിന് ടൈം കിട്ടില്ല ഗൈസ്. അപ്പോഴത്തേക്കാണ് ഈ സംഭവങ്ങളെല്ലാം വന്നു കൂടിയത്. സോ ഇത് ആൾമോസ്റ്റ് ഒരു 6 months ബാക്കാണ്. സോ അന്ന് എനിക്ക് വീഡിയോ ചെയ്യാൻ സമയം ഉണ്ടായിരുന്നു, എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്കൊരു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറെ ദിവസം ഞാനൊരു വീഡിയോ കുറച്ച് ചെയ്തു. പക്ഷേ ആ വീഡിയോ അധികം എനിക്ക് പ്രസൻറ്റ് ചെയ്യാനോ വീഡിയോ അധികം ഇത് കിട്ടിയില്ല, എനിക്ക് വേണ്ടത്ര റീച്ച് കാര്യങ്ങൾ കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം, മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. കാരണം ഇങ്ങനൊരു ഇഷ്യൂ നമ്മുടെ ഫ്രണ്ട്സിനോ നമ്മുടെ ഫാമിലിക്കോ നമ്മൾ ബന്ധപ്പെട്ട ഒരാൾക്കും വരരുത്, നിങ്ങൾക്കും വരരുത്, ഈ കാണുന്ന നിങ്ങൾക്കും വരരുത്. നിങ്ങൾ ഈ സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. ഈ സമയം നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തായാലും ഉപയോഗപ്പെടും. ഒരിക്കലും നെവർ മൈൻഡ് ആയിട്ട്, ലാസി ആയിട്ട്, സില്ലി ആയിട്ട് നിങ്ങൾ തള്ളിക്കളയരുത്. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങളിത് പഠിക്കുള്ളൂ. കാരണം ഇനി ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നങ്ങളോ കാരണങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, UAE ഉള്ളവരാണെന്നുണ്ടെങ്കിലും, UAE പോകാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, അതുപോലെ മറ്റുള്ള അതർ GCCയിലോട്ടാണെന്നുണ്ടെങ്കിലും, ഇനി അതർ ഫോറിൻ കൺട്രീസിലുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തോ, കമൻറ്റിലൂടെ കോൺടാക്ട് ചെയ്തോ, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.